ഇന്നത്തെ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി. പച്ചടി സദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു വിഭവമാണ്. നേരത്തെയൊക്കെ കുമ്പളം, വെള്ളരി, അതുപോലെ കുറച്ച് വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാഴ്ച കൊണ്ടും രുചി കൊണ്ടും ഒക്കെ കേമനാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പിക്ക് വേണ്ടി ഞാൻ ബീട്രൂട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കറിക്ക്, ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ കറിക്കൊരു നല്ല ലുക്ക് കിട്ടുക. ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് പാകം ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ബീട്രൂട്ടിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും. ബീട്രൂട്ടിൽ പിടിക്കാൻ മാത്രമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടോ നീളത്തിൽ കീറിയിട്ടോ ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ രുചിയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. ഇനി ഇത് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും പകുതി 1/4 വേവാകും. ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരവിയതും തൈരും രണ്ടും ഏകദേശം 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഓപ്ഷണലാണ്. ഒരു ചെറിയ പഞ്ചൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. 3ഉം കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സിയിൽ പൾസ് കൊടുത്തെടുക്കണം. 2ഓ 3ഓ പൾസ് കൊടുത്ത് എടുക്കണം. കടുക് അധികം അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കടുക് ഈ ഒരു ഗ്രേവിയിൽ തരിതരിപ്പായിട്ട് കിടക്കണം. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമല്ലേ കൊടുത്തുള്ളൂ. വെള്ളം വറ്റിയിട്ടുണ്ട്, എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുമുണ്ട്. അധികം വേവിക്കാൻ പാടില്ല കേട്ടോ. അത് ചെറിയൊരു കടുപ്പ് നിൽക്കണം. ഇതുപോലെ. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച അരപ്പ് ചേർക്കാൻ പോവുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം നേരിട്ടേക്കാം. ചേർത്ത അരപ്പ് പോരാ എന്ന് തോന്നിയേക്കാം. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ, നമ്മളെപ്പോഴും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ധൃതി പിടിച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പം അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോരാന്ന് തോന്നിയേക്കാം. ഈ സമയത്ത് നിങ്ങൾ വീണ്ടും തേങ്ങ അരയ്ക്കാൻ നിൽക്കരുത്. തേങ്ങയല്ല, ഇതിലേക്ക് കൂടുതൽ വേണ്ടത് തൈരാണ്. ഒരല്പം തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 100 ml തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുമുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, കൺസിസ്റ്റൻസി റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പ് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നേരെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാണ്. ഇത് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള സ്റ്റൈലാണ്. ഇൻഗ്രീഡിയൻറ്റിലൊക്കെ മാറ്റമുണ്ട്, ശ്രദ്ധിച്ചല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ.